ചടങ്ങ് ഇത്രയും ഭംഗിയാക്കാൻ എല്ലാവരെയും നന്ദിപൂർവ്വം കൃതജ്ഞതാപൂർവ്വം ഓർക്കുന്നു. എല്ലാവർക്കും ആയിരം നന്ദി. ഈ ലക്ഷദ്വീപ ചടങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ തന്നത് കുമാരനെല്ലൂരിലുള്ള ശ്രീ ഗോപാലകൃഷ്ണനാണ്. കഴിഞ്ഞ മാസം കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിൽ ലക്ഷദ്വീപം നടന്നിരുന്നു. നമ്മള് ലക്ഷദ്വീപം നടത്താമെന്ന് നിശ്ചയിച്ചത് അത് നടത്തുന്നതിനെ കുറിച്ച് പ്രായോഗികമായി ചിന്തിച്ചപ്പോഴുണ്ടായ ബുദ്ധിമുട്ടുകൾ വളരെയധികമായിരുന്നു. ആ സന്ദർഭത്തിലാണ് കുമാരനെല്ലൂരിലെ ഭരണസമിതിയിലെ പ്രതിനിധി ശ്രീ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട് കുമാരനെല്ലൂർ ലക്ഷദ്വീപം നടത്തിയ ഭാരവാഹികളുമായി സംസാരിക്കാൻ അവര് വലിയ നിർദ്ദേശവും സഹകരണവും സഹായവും എടുത്തു പറയേണ്ടതാണ്. എന്റെ സുഹൃത്ത് ഗോപാലകൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തുന്നു. കുമാരനെല്ലൂർ ദേവസ്വത്തിൽ നിന്നും നമുക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ലഭിക്കുകയുണ്ടായി. അവിടുത്തെ ദേവസ്വം ഭാരവാഹി മുരളി സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടാതെ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള വിളക്കുകൾ പലതും പല ക്ഷേത്രങ്ങളിൽ നിന്നായി നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. പാമ്പാടി ചെറുവള്ളിക്കാവ് കൊത്തപ്പുറം പാട്ടമ്പലങ്ങളിൽ നിന്ന് കോത്തല ഇളങ്കാവ് ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കേൾപ്പിൻകുളങ്ങര ക്ഷേത്ര ശ്രീ പ്രസാദുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അദ്ദേഹം ഏകദേശം 500ഓളം കമ്പികളൊക്കെയാണ് നമ്മൾക്ക് വേണ്ടി കിട്ടിയിരുന്നത്. ഈ പ്രസാദ് ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ഉള്ള ആ നന്ദി ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തും. അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിൽ വൈക്കം ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ വോളണ്ടിയേഴ്സ് വളരെ ശ്രമം നടത്തിയാണ് ഈ വിളക്കുകളെല്ലാം അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ആ മണ്ഡലത്തിന് മുകളിലുള്ള അലങ്കാരങ്ങൾ അതിനൊക്കെ വളരെയധികം ശ്രമം നടത്തേണ്ടി ശ്രീ ശശാങ്കൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് പ്രത്യേകം വീഡിയോയാ ഫോട്ടോയില്ല വീഡിയോ എടുത്തോണ്ടിരിക്കുക. അതുപോലെ തന്നെ ഈ ലക്ഷദ്വീപ പ്രോജക്ട് ചടങ്ങിൽ ഉദ്ഘാടന ചടങ്ങിന് എത്തിച്ചേർന്ന ജാഥയ്ക്ക് ഉൾപ്പെടെയുള്ള ബഹുമാന്യ വ്യക്തികൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു.